നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേൾവിയില്ലാത്ത വിധത്തിലുള്ളൊരു കുറ്റകൃത്യമായിരുന്നു അത്. ബലാത്സംഗത്തിനായി കൊട്ടേഷൻ കൊടുക്കുക എന്നത് അതുവരെ കേട്ടിട്ടില്ലായിരുന്നു. നടൻ ദിലീപായിരുന്നു ബലാത്സംഗത്തിനായി കൊട്ടേഷൻ കൊടുത്തതെന്നും നടൻ 8ാം പ്രതിയുമായിരുന്നു കേസിൽ. ഈ കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ. ഈ കേസിൽ നടിയെ പിന്തുണച്ചതിന്റെ പേരിൽ താൻ സിനിമാ മേഖലയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് രഞ്ജു രഞ്ജിമാർ. ആക്രമിക്കപ്പെട്ട നടിയെ പിന്തുണച്ചിരുന്ന താരങ്ങൾ പോലും തന്നെ പിന്തുണച്ചില്ല എന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞയാളാണ് താനെന്നും അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്നും താൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു. കുറെ സിനിമാ താരങ്ങൾ വർക്കിന് വിളിക്കാതിരുന്നിട്ടുണ്ട്. വിലപിടിപ്പുള്ള മേക്കപ്പ് സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വാങ്ങുന്നൊരാളാണ് താനെന്നും അവയ്ക്ക് സെലിബ്രിറ്റികൾ ബ്രൈഡൽ എന്നൊക്കെ തരംതിരിച്ചു വെച്ചിരിക്കുകയാണെന്നും അവയിൽ എല്ലാം ഉപയോഗിച്ചപ്പോഴും ഏറ്റവും വിലപിടിപ്പുള്ള സെലിബ്രിറ്റികൾക്ക് വേണ്ടിയുള്ള മേക്കപ്പ് മാത്രം ഉപയോഗിക്കാൻ കഴിയാതെ താൻ ഏറെ സങ്കടപ്പെട്ടു നിന്നുവെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികരിച്ചതുകൊണ്ടാകാം മാറ്റി നിർത്തിയതിന് കാരണമെന്ന് തനിക്ക് തോന്നുന്നുവെന്നാണ് രഞ്ജു പറയുന്നത്. ഇരയായ നടിയെ പിന്തുണച്ചവർ പോലും തന്നെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നും താൻ ആ നടിക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത്, പിന്നെ എന്തിനാണ് ആ ഗ്രൂപ്പിലെ ആളുകൾ തന്നെ ഒഴിവാക്കിയതെന്ന തോന്നൽ തനിക്കുണ്ടായെന്നും രഞ്ജു പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ സിനിമാ താരങ്ങൾ നടിയെ ജെനുവിനായിട്ടല്ലായിരിക്കും പിന്തുണച്ചതെന്നും തന്റെ കണ്ണിൽ കണ്ട കാര്യമാണ് താൻ പറഞ്ഞതെന്നും അല്ലാതെ ഇത്രയും വലിയ കഥ രചിക്കാനൊന്നും തനിക്കറിയില്ല എന്നും രഞ്ജു പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ദിവസം താനും മറ്റൊരു നടിയും ഇരയായ താരവും സുഹൃത്തായ വേറൊരു നടിയുടെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് കാണാം, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ തനിക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് താൻ നേരെ വീട്ടിലേക്ക് വന്നുവെന്നും നടി ആക്രമിക്കപ്പെടുന്ന സമയത്ത് എതിർദിശയിൽ തന്റെ വാഹനം പോകുന്നുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് നിനക്കൊന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് താൻ അയാളോട് ചോദിച്ചുവെന്നും രഞ്ജു പറയുന്നു. ശരിക്കും ആ സംഭവങ്ങൾ മാനസികമായി തന്നെ തളർത്തിയെന്നും പിറ്റേ ദിവസം മറ്റൊരു നടിയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം തന്നോട് പറയുന്നതെന്നും ശരിക്കും താൻ ഷോക്കായി പോയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു. തന്റെ ബോധ്യം താൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല ഈ അഭിമുഖത്തിന് ശേഷം തനിക്ക് വധഭീഷണി വന്നേക്കാമെന്നും തനിക്ക് പലതരത്തിലുമുള്ള വധഭീഷണികളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും തട്ടിക്കളയും കൈവെട്ടിക്കളയും കണ്ണു കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഭീഷണികൾ വന്നിട്ടുള്ളതെന്നും അത്തരം ഭീഷണി സന്ദേശം വരുമ്പോൾ താൻ അവർക്ക് തന്റെ മേൽവിലാസം പറഞ്ഞു കൊടുക്കുമെന്നും വീട്ടിലേക്ക് വരുമെന്ന് അവരോട് ആവശ്യപ്പെടാറുണ്ടെന്നും രഞ്ജു പറയുന്നു. സിനിമയിൽ നിന്നും മാറ്റി നിർത്തലുകൾ നേരിട്ട സമയത്ത് തന്നെ ചേർത്ത് നിർത്തിയത് നടി മമത മോഹൻദാസ് ആണ്. അത് തനിക്ക് കിട്ടിയൊരു കച്ചിത്തുരുമ്പായിരുന്നുവെന്നും അതിൽ മുറുകെ പിടിക്കുകയായിരുന്നു താൻ ചെയ്തതെന്നും തന്റെ സമയം അനുസരിച്ചായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെ തീരുമാനിച്ചിരുന്നതെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു. അതേസമയം 2017 ഫെബ്രുവരി 17 ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടി ആക്രമിക്കപ്പെട്ടത്. ഓടുന്ന വാഹനത്തിൽ വെച്ച് പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 12 പ്രതികളാണുള്ളത്. കേസിന്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് രഞ്ജു രഞ്ജിമാറിനെ സാക്ഷിയായി ഉൾപ്പെടുത്തിയത്. നടി കാവ്യ മാധവനും പൾസർ സുനിയും തമ്മിലുള്ള പരിചയത്തിന് രഞ്ജു സാക്ഷിയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്.